നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ലഹരി സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളും അരങ്ങുവാഴുകയാണ്. ഓരോ ദിവസവും നിരവധി കൊലപാതക കേസുകൾ, അക്രമ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു ഗുണ്ടാ നേതാവിനെ പരസ്യമായി നടുറോഡിൽ വെച്ച് ക്രിമിനൽ സംഘങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപ് ആലപ്പുഴ എഴുപുണയിൽ നിന്ന് മറ്റൊരു കൊലപാതക കേസാണ് പുറത്തു വരുന്നത്. എഴുപുണയിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ബാറിൽ വെച്ചാണ്. ബാറിനുള്ളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. കുമ്പളങ്ങി പഴയങ്ങാടി സ്വദേശി നിധിനാണ് മരിച്ചത്. മദ്യപിക്കുന്നവരുടെ ബാറിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി 11:30 സംഭവം. ഗുരുതരമായി പരിക്കേറ്റ നിധിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഒരു ബാറിലുണ്ടായ സംഘർഷം, അതേ തുടർന്നുള്ള കൊലപാതകം. എന്താണ് ഇന്നലെ രാത്രിയിൽ എഴുപുണയിലെ ബാറിൽ സംഭവിച്ചത്? ടോമെ, ഇന്നലെ രാത്രി 11:50 ഈ കൊലപാതകം നടന്നതെന്ന് FIR വ്യക്തമാക്കുന്നു. എഴുപുന്ന പാലാസ് ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തേക്കെത്തിയ സംഘമാണ് ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് അടിച്ചു കൊലപ്പെടുത്തിയത്. നിതിൻ എന്ന 30 വയസ്സുകാരനാണ് ഈ സംഭവത്തിൽ അടിയേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് 3 പേർ ബാറിനകത്ത് വെച്ച് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം നിതിൻ പുറത്തേക്ക് പോന്നു. ബാറിന്റെ മുന്നിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ നിതിൻ ഇരിക്കുകയായിരുന്നു. ഈ ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന 3 പേർ, ഇവരിപ്പോ അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അൺനോൺ എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവരുടെ പേരുവിവരങ്ങളുടൻ തന്നെ നമുക്ക് ലഭ്യമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവര് 3 പേരും ചേർന്ന് ഇരുചക്ര വാഹനത്തിലിരുന്ന നിതിനെ ആദ്യം ആക്രമിച്ചു. ഇത് ചോദിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ നിതിനെ പിന്നീട് ഇവർ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യം കഴുത്തിന് പിന്നിലാണ് അടിച്ചത്. പിന്നീട് ശരീരമാസകലം ഇവർ മർദ്ദിച്ചു. തുടർന്ന് താഴെ വീണ നിതിനെ അവർ നെഞ്ചിൽ ചവിട്ടുകയാണ് ഉണ്ടായെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് പോലീസിന് ഒരാൾ ബോധരഹിതനായി വഴിയരികിൽ കിടക്കുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായതിനെ തുടർന്ന് അവരെത്തിയാണ് നിതിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴത്തേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വഴിയിലൊക്കെ തന്നെ രക്തം കട്ടപിടിച്ചൊരു അവസ്ഥയിലും ഒക്കെ ആയിരുന്നു. നെഞ്ചിനേറ്റ ചവിട്ടടക്കമുള്ള പരിക്കുകൾ നിതിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകം, അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. 3 പേർ ചേർന്ന് സംഘടിതമായി ഈ 30 വയസ്സുകാരനെ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. കുമ്പളങ്ങി സ്വദേശിയാണ് നിതിൻ. ടോം, യെസ്, വ്യക്തമാണ്. ശരണ്യ, മറ്റേതെങ്കിലും, അതായത് ഈ ബാറിനുള്ളിൽ വെച്ചുള്ള ഈ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനപ്പുറം ഏതെങ്കിലും വ്യക്തിപരമായ വിരോധം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? ഇവർ തമ്മിൽ നേരത്തെ ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ബാറിനകത്ത് വെച്ചുണ്ടായ തർക്കത്തിന്റെ CCTV ഫുട്ടേജ് ഒക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ അതിനകത്തു നിന്ന് തുടങ്ങിയ തർക്കമാണ് പിന്നീട് പുറത്തേക്ക് പുറത്ത് ഇരുചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ഇതിനെ വീണ്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ളതാണ്. ആ ഫുട്ടേജ് അടക്കം, CCTV ഫുട്ടേജ് അടക്കം പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന തർക്കത്തിന് ശേഷം പിന്നീട് ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ് ഈ മർദ്ദനം അടിച്ചുവിടുകയും ഈ 30കാരൻ കൊല്ലപ്പെടുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇവർ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് FIR രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു. കാരണം വെറുതെ അടിക്കുക മാത്രമല്ല ചെയ്തത്, കഴുത്തിന് പിന്നിൽ അടിച്ചു. ഒപ്പം തന്നെ പലതവണ അടിച്ചതിന് ശേഷം അടിയേറ്റ് താഴെ വീണ ആളെ നെഞ്ചിൽ ചവിട്ടുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും ഒരുപോലെ തന്നെ മർദ്ദിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുണ്ട്. പ്രതികളുടെ പേരുവിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ശരണ്യായി, കൊല്ലപ്പെട്ട നിധിനും കൊലയാളികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവർ ഇങ്ങനെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക,
അങ്ങനെ ഒരു ഗുണ്ടാ പ്രവർത്തനം അതല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? അങ്ങനെയുള്ള വിവരം ലഭ്യമായിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ പ്രതികളാക്കപ്പെട്ടവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കാരണം ഒരു നിലത്ത് വീണ അടിയേറ്റ് നിലത്ത് വീണ ആളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിച്ചു, അത് 3 പേരും സംഘടിതമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ എന്ന് തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകത്തേ ഉള്ളൂ കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ എഴുപണ്ണയിലാണ് യുവാവിനെ ബാറിൽ വെച്ചുള്ള വാക്കേറ്റത്തിനിടെ, സംഘർഷത്തിനിടെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ CPM പ്രാദേശിക നേതാവിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. പത്തനംതിട്ട റാന്നി സ്വദേശി അലൻ മാത്യുവിനെതിരെയാണ് പരാതി. പരാതിക്കാരി ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലാണ്. വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്മാറിയ അലൻ ആത്മഹത്യ ചെയ്യാനാണ് തന്നോട് പറഞ്ഞതെന്ന് യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇന്നലെ മജിസ്ട്രേറ്റിന്റെ അടുത്തിട്ട് മൊഴി കൊടുത്തു. അതായത് ആള് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മള് രജിസ്റ്റർ ഓഫീസിലൊക്കെ കൊടുത്തു. അതായത് ഇന്റർകാസ്റ്റ് മാരേജ് ആയത് കാരണം രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തു. 23-ാം തീയതി വിവാഹം കഴിക്കാമെന്നുള്ളത് അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നിട്ട് ആള് പിന്മാറി. ഞാൻ ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 18-ലാണ് കൊടുക്കുന്നത്. 19th ആണ് കളക്ടറിന് പരാതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ ഇടപെട്ട് ഇത് സെറ്റിൽമെന്റ് സംസാരിക്കുകയായിരുന്നു. 23-ാം തീയതി വിവാഹമാണെന്നുള്ളത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരിയില് 2025 ഫെബ്രുവരിയില് ഞാൻ പരാതിയായിട്ട് പോയതിനു ശേഷം. അപ്പൊ അതിനുശേഷം ആള് വീണ്ടും 23-ാം തീയതി എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറുകയാണ്. കല്യാണം കഴിക്കാനായിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്ത് സൂയിസൈഡ് ചെയ്തോ എന്നുള്ളൊരു ഇതിലായിരുന്നു ആള് സംസാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഫേസ്ബുക്കിലാണ് എന്നെ കോൾ ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഈ കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം, എനിക്ക് 23-ാം തീയതി വരാനായിട്ട് പറ്റില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഡിസിഷൻ എന്താണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ നാട് മൊത്തം അറിഞ്ഞു 23-ാം തീയതി, നിങ്ങൾ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് 23-ാം തീയതി കല്യാണം എന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പലരുടെ അടുത്തും ഈ ഒരു കാര്യം പോയത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പിന്മാറുമ്പോഴത്തേക്കിനും എനിക്ക് മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എങ്കിലും നീ പോയിട്ട് സൂയിസൈഡ് ചെയ്തോ, നീ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന സമയം വരെയൊക്കെ ഞാൻ കോളില് വെയിറ്റ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് കോൺവെർസേഷൻ. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, CPMനെ പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കുന്നൊരു സംഭവമാണ്. ഒരു പ്രാദേശിക നേതാവിനെതിരെയാണ് ലൈംഗിക പീഡന പരാതി. പക്ഷെ അതിനപ്പുറം ഗൗരവമുള്ളൊരു കേസ്, ഈ പെൺകുട്ടി പരാതിയുമായി പാർട്ടി നേതൃത്വത്തെ സമീപിക്കുന്നു. പാർട്ടി വിവാഹം നടത്തിത്തരാമെന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പാർട്ടിയുടെ ഉറപ്പുണ്ടായിട്ടും ഈ അലൻ മാത്യു വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇതേ തുടർന്നാണ് ഈ വിഷയം പുറത്തറിയുന്നത്. എന്താണ് നിലവിൽ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പരാതിയുമായി മുന്നോട്ട് പോകുകയാണ്? ടോം, തീർച്ചയായും എന്തായാലും വലിയ ഗൗരവമുള്ള പരാതി തന്നെയാണ് ഇത് ഉള്ളത്. എന്തായാലും റാന്നി സ്വദേശിയായ അലൻ മാത്യു ആണ് ഈ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചതുള്ള പരാതിയുള്ളത്. എന്തായാലും ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, പിന്നെ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാമെന്നൊരു വാഗ്ദാനം നൽകിയാണ് ഈ പെൺകുട്ടിയെ പിന്നീട് ലൈംഗികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത്. കൊച്ചിയിലും അതുപോലെ തന്നെ വാഗമണിലൊക്കെ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് ഒരു ആരോപണമുള്ളത്. എന്തായാലും യുവതി അത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം പാർട്ടി പിന്നീട് സംഘടനാപരമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അലൻ. അതുപോലെ തന്നെ റാന്നി ഏരിയ കമ്മിറ്റി അംഗമാണ് CPMന്റെ അലൻ. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം വിവാദമായതോടെ തന്നെ ഈ പാർട്ടിയുടെ ഈ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി അലനെ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും
മറ്റൊരു കാര്യം പറയാനുള്ളത്, പാർട്ടി ഈ വിഷയം അറിഞ്ഞ സമയത്ത് പാർട്ടി കൃത്യമായി ഇടപെടുകയും പിന്നീട് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ രജിസ്റ്റർ വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്താണ് പിന്നീട് ഈ വിവാഹ ബന്ധത്തിൽ നിന്നും അലൻ മാറുകയും പിന്നീട് യുവതിയെ മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്തത് ഫേസ്ബുക്ക് കോളിലൂടെയാണെന്നാണ് ഈ പരാതിക്കാരിയായ യുവതി പറയുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. തുടർന്ന് ചികിത്സയിലുമാണ്, ഇപ്പോഴും ചികിത്സയിലാണ്. അതായത് പരാതി ഈ അലൻ മാറിയതോടുകൂടി തന്നെ പെൺകുട്ടി പിന്നീട് കളക്ടർക്കാണ് ഈ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കളക്ടർ അത് SP ക്ക് കൈമാറുന്നു. SP പിന്നെ റാന്നി DSPക്കാണ് ഈ പരാതി കൈമാറുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്പരം ഒരു ഈ പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കാതെ പരസ്പരം പറഞ്ഞു തീർക്കുന്ന ഒത്തുതീർപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പരാതി ഗൗരവമുള്ളതാണ്, പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിന്നീട് പരാതിയുടെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഒത്തുകളി നടന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. നിലവിൽ പോലീസും പാർട്ടിയും തമ്മിൽ ചില ഒത്തുകളിൽ നടന്നു എന്നുള്ള കാര്യം കൂടി ആരോപണപരമായി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്, തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു ഗൗരവതരമായ ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവാണ്, നേരത്തെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ നിന്ന ആളുകൂടിയാണ് അലൻ മാത്യു. ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അലൻ മാത്യു ഒരു പാർട്ടി നടപടിയെടുക്കുകയും ഈ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് ഉള്ളത്. പെൺകുട്ടിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും പരാതി പോലീസ് നൽകി. പോലീസ് അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലുള്ള ഒരു ഈ പരാതി ഒത്തുതീർപ്പ് മാത്രം എന്നതിലേക്ക് കേസ് ഗൗരവമായി കാണാതെ ഒത്തുതീർപ്പിലേക്ക് പോകുന്നൊരു നടപടിയാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പോയെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ പരാതിക്കാരി കൂടി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ, കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയിലെ ചില CPMന്റെ വനിതാ നേതാക്കളൊക്കെ ഈ പീഡനത്തിൻ്റെ തീവ്രതയൊക്കെ അളക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പാർട്ടി നേതൃത്വം ഈ പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ അത് കോൺഗ്രസിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതാണ് CPM. ഇവിടെ ഈ വിഷയത്തിൽ നിന്നും അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? ഇയാൾക്കെതിരെ പാർട്ടി പുറത്താക്കി, പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ കേസ് ഒതുക്കി തീർക്കാൻ നീക്കം നടത്തിയ ആളുകൾക്കെതിരെയും നടപടി വേണ്ടേ? പ്രധാനമായും ആ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമാനമായ പരാതി വന്ന സമയത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് CPMന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്തായാലും അതേ സമാനമായ ഒരു കുറ്റകൃത്യം തന്നെയാണത്. ആ ഗൗരവമുള്ള ഒരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ പാർട്ടി ആ കാര്യത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി. ആദ്യഘട്ടത്തിൽ വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നീട് അതിൽ നിന്നും മാറിയതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് പോകുന്നത്. പിന്നീട് കേസ് കൊടുക്കുന്നു. കേസിൽ പോലീസ് അലംഭാവം കാണിക്കുന്നു. കേസിൽ ഗൗരവമുള്ള കേസാണ്. ആ കേസ് അലംഭാവം കാണിക്കുകയും ചെയ്യുന്നു. ആ കേസ് പിന്നീട് ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് തന്നെ അത് വളരെ ഗുരുതരമായ പരിക്ക് പെൺകുട്ടി കേൾക്കുന്നു. ഇപ്പോഴും യുവതി ഇപ്പം ചികിത്സയിലാണ്. ആ ചികിത്സയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് പിന്നെയാണ് അതിന്റെ ഗൗരവം അനുസരിച്ചാണ് പിന്നീട് ഈ കേസെടുക്കുകയും അതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളിലൊക്കെ പോലീസ്. എന്തായാലും അതിനകത്തൊരു ഒത്തുതീർപ്പ് നടപടിയിലേക്ക് ഈ കേസ് എങ്ങനെയും പറഞ്ഞത് ഒത്തുതീർപ്പ് നടത്തി വിടാമെന്നൊരു നിലയിലേക്ക് പോലീസും പാർട്ടിയും ഇതിനകത്ത് ഒത്തുതീർപ്പ് നടത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു പീഡനം നടന്ന കേസാണ്. വിഭാഗ വാഗ്ദാനം നൽകി ഒരു പ്രാദേശിക നേതാവ്, CPMന്റെ പ്രാദേശിക നേതാവ്, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ. അതുപോലെ തന്നെ റാന്നി ഏരിയ കമ്മിറ്റി ആ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പീഡനത്തിലേക്ക് വന്നതും ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ കബളിപ്പിക്കുകയും. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വന്നപ്പോൾ അന്ന് CPM പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം ഇത്തരമൊരു പരാതി പാർട്ടി നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടും കോൺഗ്രസ് ആ പരാതി മറച്ചുവെച്ചു, പോലീസിന് കൈമാറിയില്ല, കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയല്ലേ ഈ കേസിനെയും CPM നേതൃത്വം, പത്തനംതിട്ടയിലെ CPM നേതൃത്വം കൈകാര്യം ചെയ്തത്? കാരണം പാർട്ടിക്ക് മുൻപാകെയാണ് പരാതി എത്തിയത്.
സാധാരണഗതിയിൽ CPM-ന്റെ മുൻപാകെ അത് പാർട്ടി കോടതിയും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനങ്ങളുള്ള നാടാണ്, പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളുള്ള നാട്ടിലാണ് പാർട്ടി ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്, അവിടെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിനപ്പുറം ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നതിൽ ആരാണ് ഇവിടെ തടസ്സം നിന്നത്? ഒരു ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു? ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നടന്നിട്ടുണ്ടോ? സ്വാഭാവികമായും നമുക്ക് അത്ര തന്നെ ഇത് അനുമാനിക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു ഗൗരവമുള്ള കേസ് ഒരുപക്ഷെ പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് ഒത്തുതീർപ്പിലേക്ക് പോയി വിവാഹം ചെയ്ത് നൽകാമെന്നുള്ള കാര്യം പരസ്പരം രണ്ടുപേരെയും വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും പിന്നീട് ഈ കുട്ടിയെ ഇത് കേസിലേക്ക് പോകുമ്പോൾ അവിടെയും ഈ കേസ് എടുക്കാനുള്ള കാലതാമസം എടുക്കുന്നു. അതിന് നടപടിയിലേക്ക് പോലീസ് പോകാൻ മടിക്കുന്നു. ആ പോലീസ് പിന്നീട് കേസെടുക്കുന്നത് തന്നെ വളരെ താമസിച്ചാണ്. പെൺകുട്ടി പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്താണ് പിന്നീട് ഈ കേസിലേക്കൊക്കെ പോകുന്നത്. അത് തന്നെ നമുക്കറിയാം, ഇത്രയും ദിവസങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു ഒത്തുതീർപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചില ഒത്തുതീർപ്പ് ഇത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് അത് കൃത്യമായി ഒരു ഗൗരവമുള്ള കേസാണ്. അതിനെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു പീഡനം നടന്ന കേസാണ്. അത് പോലീസിന്റെ ഭാഗത്ത് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് പോലീസ്. പക്ഷേ ആ പോലീസ് ആ സമയത്തും ഒരു മൃദു സമീപനം ഈ കേസ് ഒത്തുതീർപ്പ് നടത്തുന്ന രീതിയിലേക്ക് റാന്നി പോലീസ് പോയി എന്നുള്ളതാണ്. DSP നേതൃത്വത്തിലുള്ള അന്വേഷണം അത്തരത്തിൽ പോയി എന്നുള്ളതാണ് ഒരു ആരോപണമുള്ളത്. പിന്നീടാണ് പിന്നീട് ഈ മജിസ്ട്രേഷൻ മൊഴി കൊടുത്തതിനൊക്കെ ശേഷമാണ് പിന്നീടാണ് ഈ കേസ് നടപടിയിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും തീർച്ചയായും ഇതിനകത്ത് ഒരു ഇരുഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തും ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരെ മറിച്ച് ഈ വിവരം അറിഞ്ഞ സമയം തന്നെ പാർട്ടി അതിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഈ അലൻ മാത്യുവിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്, നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് അത്തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പോലീസ് ഇപ്പോഴാണ് ഈ കേസെടുത്ത് പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയൊക്കെ ചെയ്ത് പിന്നീടാണ് എന്തായാലും അതിന്റെ കാലതാമസം വന്നു. അത് എന്തായാലും ഒരു ചില ഇടപെടലുകൾ ഇതിനകത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. CPM പ്രാദേശിക നേതാവിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി പാർട്ടി നേതൃത്വം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു, ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ രംഗത്ത് വന്നു. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കാമെന്ന് സംയുക്ത പ്രസ്താവനയും ഇറക്കി. അതേസമയം ഇറാന്റെ വാതകപ്പാടം ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. US-നെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. പ്രതീക്ഷിക്കുന്നതിലും വേഗം നിലവിലെ സംഘർഷങ്ങൾ അവസാനിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അജയ്, നമുക്കറിയാം ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ അതിൽ ഇറാൻ പിടിമുറുക്കിയത് ഈ ഹോർമുസ് കടലിടുക്കിലാണ്. പക്ഷെ അതിനിടെ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുന്നു, കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ നിരവധി മലയാളികളടക്കം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്കയിലാണ്. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? പലരുടെയും ജോലിയെപ്പോലും ബാധിക്കാം, സുരക്ഷയെ ബാധിക്കാം. എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എന്നറിയണം. അതോടൊപ്പം അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും തുടർ നീക്കങ്ങളും എന്താണ്? ടോം, തീർച്ചയായിട്ടും ആശങ്കാജനകം തന്നെയാണ് സാഹചര്യം. ഒട്ടും നമുക്ക് ആശ്വാസപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരു ശുഭകരമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അത് നേതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതും അതുപോലെ തന്നെ യുദ്ധ സാഹചര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നതും ഒന്ന് മാത്രമാണ്: ഇനിയും ദിവസങ്ങൾ ഈ യുദ്ധം നീണ്ടുപോകും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ നിരവധി വാതക സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എണ്ണ
സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ വിതരണ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ചാണ് നിലവിലെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാനിലുള്ള സൗത്ത് പാഴ്സ് ഈ വാതക സംഭരണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരുന്നു. ഇത് വലിയ നാശനഷ്ടങ്ങൾക്കും ഇറാന് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ വരുത്തിവെച്ച ഒരു ആക്രമണമായിരുന്നു ഇത്. ഇതിൽ അമേരിക്ക വരെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നതാണ്. ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ നിലവിൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഖത്തറിലുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇറാനിൽ ആക്രമിച്ചതിന് സമാനമായി ഒരു ഗ്യാസ് സംഭരണ കേന്ദ്രത്തിലേക്കാണ് ഇവിടെയും ആക്രമണം നടന്നത്. ഇത് ഈ ഖത്തറിൻ്റെ മൊത്തം ഗ്യാസ് വിതരണത്തിൻ്റെ ഏതാണ്ട് 17% ഇത് കാരണം ബാധിക്കപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഖത്തറിനെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല. മൊത്തം നമ്മുടെ വിദേശ വിപണിയുടെ 90%, ഇന്ത്യയുടെ വിദേശ വിപണിയുടെ 90% കടന്നു വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വിതരണമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ ഖത്തറിനടക്കം ഇത്ര വലിയൊരു നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഖത്തറിലുള്ള ഈ റാസ് ലഫാൻ ഗ്യാസ് സെൻറ്ററിലേക്ക് ആക്രമണം നടക്കുന്നു. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും കുവൈറ്റിലുള്ള മിന അൽ അഹമ്മദി റിഫൈനറിയിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട്. യു എയിലുള്ള ഷബ്ഹാൻ ഗ്യാസ് ഫെസിലിറ്റി സെൻറ്ററിന് നേരെ ആക്രമണം നടന്നു. സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറിക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ബഹ്റൈനിൽ ഇന്ന് രാവിലെ ഒരു സ്വകാര്യ വെയർഹൗസ് തീപിടുത്തത്തിൽ, അതായത് മിസൈലിൻ്റെ അവശിഷ്ടം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണമുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. അതിനിടെ ഇറാനിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനിൽ ഇപ്പോൾ അവരുടെ ഒരു IRGCയുടെ വക്താവായിട്ടുള്ള ജനറൽ അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. എന്നാൽ എവിടെ വെച്ചായിരുന്നു ഈ ആക്രമണം, എപ്പോഴാണ് മരിച്ചത് എന്നുള്ള വിശദാംശങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. IRGCയുടെ ഒരു സൈനിക വക്താവ് കൂടി കൊല്ലപ്പെട്ടു. അതായത് അജയ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടത് പുലർച്ചെയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലും അമേരിക്കയ്ക്കെതിരെയുമുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഈ പല പ്രമുഖരും, അതായത് ഇറാനിലെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ചുമതലകൾ വഹിക്കുന്ന പല പ്രമുഖരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ വലിയ ആശങ്കാജനകമായ സാഹചര്യം ഇങ്ങനെ ഇറാനെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കുമ്പോൾ ശക്തമായൊരു തിരിച്ചടിയും പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെയും ടെഹ്റാനിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അവർ അമേരിക്കയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇറാനിനകത്തുള്ള എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ഗ്യാസ് സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കില്ല എന്ന് US ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ടെഹ്റാനിലടക്കം മറ്റ് പ്രധാന നഗരങ്ങളിലേക്കുള്ള ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇതിനിടെ ഇറാനിലുള്ള മരണസംഖ്യ 3000-ന് മുകളിലായിട്ടുണ്ട്. അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ് ഇത്തരം ഒരു വിവരം പുറത്തുവിട്ടത്. ആകെ ഇറാനിലുള്ള മരണസംഖ്യ 3186 ആയിട്ടുണ്ട്. ഇതിൽ 1394 പേരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. 210 കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ 1153 സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് സായുധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പെടുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ സ്വന്തം നിലയ്ക്ക് മാത്രമല്ല മറ്റ് സായുധ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഉൾപ്പെടെ ആയുധങ്ങൾ നൽകി അവർ വഴിയും ഇപ്പോൾ യുദ്ധം നടത്തുന്നുണ്ട്. ഇതിനെ സൗദി രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് നിലവിൽ വിമർശിച്ചിട്ടുള്ളത്. സൗദി അറേബ്യ പറഞ്ഞത് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ള സായുധ സേനയ്ക്ക് ഇറാൻ സാമ്പത്തികമായും ആയുധമായും സഹായങ്ങൾ നൽകുന്നതിലൂടെ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ അവതാളത്തിലാക്കുകയാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. സൗദി മാത്രമല്ല മൊത്തം 12 അറബ് ഇസ്ലാമിക് രാജ്യങ്ങളാണ് ഇറാനെതിരെ ശക്തമായിട്ടുള്ള
ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ് ഈ സംയുക്ത പ്രസ്താവന. അതായത് മുൻപ് അമേരിക്ക ഇത്തരത്തിൽ ഹോർമുസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളോട് രംഗത്ത് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഈ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിൽ ചില പ്രധാന രാജ്യങ്ങളെയും ട്രംപ് ക്ഷണിച്ചിരുന്നതാണ്. ഫ്രാൻസിനെയും UK അടക്കം ക്ഷണിച്ചിരുന്നു. എന്നാൽ അന്ന് ഇവരെല്ലാവരും ഈ ക്ഷണം നിഷേധിച്ചതാണ്. എന്നാൽ നിലവിൽ ഇവർ ഉറപ്പാക്കുന്ന ഈ സംയുക്ത പ്രസ്താവനയിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് വഴിയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് തങ്ങൾ മാർഗമൊഴുക്കും എന്ന് ഈ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ നിലവിലെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് ഇവർ അപലപിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചും മിസൈലുകളും ഡ്രോണുകളും വഴിയും ആക്രമണം നടത്തുന്നതിലൂടെ ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നും ഈ രാജ്യങ്ങൾ നിലവിൽ ഈ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. ഇതിനിടെ അമേരിക്കയ്ക്കും ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇറാൻ അകത്ത് അജയ്, ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. യുദ്ധം നീണ്ടുപോയാൽ അതെങ്ങനെയാകും മറ്റു രാജ്യങ്ങളെ പ്രതിഫലിക്കുക എന്ന് നമ്മൾ കണ്ടതാണ്. ഓഹരി വിപണിയുടെ തകർച്ച മുതൽ എണ്ണയുടെ വിലവർധന, മറ്റു വിലക്കയറ്റം, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലേക്കും ലോകരാജ്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അതിനിടെ ഈ യുദ്ധം തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഓഹരി വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടാകുന്നത്, എണ്ണയുടെ വില താഴേക്ക് വരുന്നത്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ച കാര്യമുണ്ടായിരുന്നു. അതായത് യുദ്ധം അതിവേഗത്തിൽ തന്നെ തീരും, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന്. ഇതാണോ യുദ്ധം ഉടൻ തീരുമെന്ന ഒരു പ്രതീക്ഷയാണോ ഈ വിപണി വീണ്ടും ഒരു തിരിച്ചു വരാനുള്ളൊരു കാരണം? അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഇതിനു മുൻപേ ട്രംപ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് യുദ്ധം അധികനാൾ നീളില്ല, ഉടൻ ഇപ്പോൾ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് അവസാനിക്കും, യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നെല്ലാം ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞിരുന്നു. അന്നും വിപണി കുറച്ച് മെച്ചപ്പെട്ടതാണ്. എന്നാൽ യുദ്ധം പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ പിന്നെയും വിപണി അത് തകിടം മറിയുകയും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അത് അനിയന്ത്രിതമായി ഉയരുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ ഏതാണ്ട് 30% മുകളിലുള്ള വില വർധനവ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ആശ്വാസം മാത്രമാണ് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഈ പരാമർശം കാരണമാണ്. എന്നാൽ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സാഹചര്യം അത് വീണ്ടും വഷളാകും. വിപണി ഇപ്പോൾ ഓഹരി സൂചികകൾ ഉൾപ്പെടെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അത്തരം സാധ്യതകളൊക്കെ കാണാൻ കഴിയും. എന്തായാലും നിലവിൽ ഈ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ അടക്കം പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം UK അതുപോലെ തന്നെ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇത്തരമൊരു സംയുക്ത പ്രസ്താവന ഇറാനെതിരെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു F-35 വിമാനം നശിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിലാണ് ഈ ഒരു വിമാനം തകർന്നത്. ഒരു പ്രൊജക്റ്റൈൽ ഈ വിമാനത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുകയായിരുന്നു. IRGC ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിമാനത്തിന് എന്നാൽ വിമാനം പൂർണ്ണമായി തകരുകയായിരുന്നില്ല. വിമാനത്തിന് ശക്തമായ തീപിടുത്തം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ പൈലറ്റ് സുരക്ഷിതനാണ് എന്നാണ് US അറിയിച്ചിട്ടുള്ളത്. എന്നാൽ വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അത് പ്രവർത്തനരഹിതമായിട്ടുണ്ട് എന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് $100 മില്യൺ മുകളിൽ വില വരുന്നതാണ് ഈ പറയുന്ന F-35 വിമാനം. ഇതോടെ US-ൻ്റേതായി ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 16ഓളം വിമാനങ്ങളാണ് നശിച്ചത്. ഇതിൽ 10 വിമാനങ്ങൾ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് നശിച്ചത്. മറ്റുള്ളവ മിസൈൽ ആക്രമണങ്ങളിലും അതുപോലെ തന്നെ മറ്റ് റോക്കറ്റ് ആക്രമണങ്ങളിലുമൊക്കെയാണ് നശിച്ചതെന്നുള്ള വിവരങ്ങളാണുള്ളത്. അതുപോലെ US ഇപ്പോൾ പുതുതായി കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ കൂടുതൽ സൈനികരെയും ഇറാനിലേക്ക് വിന്യസിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലടക്കം
അടക്കം അവരുടെ സൈനിക ബേസുകളെ ശക്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി US കോൺഗ്രസിൽ ഈ കൂടുതൽ തുക അടക്കം ആവശ്യപ്പെടാനുള്ള ഒരു പ്രമേയം പാസ്സാക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രംപ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചത് താൻ സൈനിക വിന്യാസമൊന്നും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ US യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഉടൻ തന്നെ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപും പ്രതികരിക്കുകയുണ്ടായി. ഈ US-ന്റെ ഉദ്യോഗസ്ഥർ പല സമയത്ത് പല രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രംപിന് ഒരു അഭിപ്രായമാണെങ്കിൽ അവിടെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് മറ്റൊരു കാര്യമായിരിക്കും പറയുന്നത്. പീറ്റ് ഹെഗ്സെറ്റ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഈ യുദ്ധം അത് തുടർന്നുള്ള ഇനിയും നടപടിക്രമങ്ങൾ ഇനിയും അത് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ പലരും പല രീതിയിലാണ് ഇത് പ്രതികരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അമേരിക്കയെ തങ്ങളെ യുദ്ധത്തിലേക്ക് എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാകുന്നു. അതായത് യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ അത് വലിയ ആശ്വാസമാണ്. ഈ രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇറാനും ഇസ്രായേലിനും മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും. കാരണം അത്രയധികം യുദ്ധത്തിൻ്റെ കെടുതികൾ ഈ ലോകത്തെ ബാധിക്കുന്നുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നുണ്ട്. അതിനപ്പുറം നിരവധി ആളുകളുടെ, മനുഷ്യരുടെ കണ്ണീര് വീഴുന്നുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് റാഗിങ്ങിനെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂര മർദ്ദനമേറ്റതായി പരാതി. വാർത്തയിലേക്ക് എത്താം. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് കുന്നമംഗലത്ത് റാഗിങ്ങിനെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയായിരുന്നു സംഭവം. കൊടുവള്ളി സ്വദേശി അബ്ദുൽ സലാമിന്റെ മകൻ മുഹമ്മദ് അസ്ലഖീനാണ് പരിക്കേറ്റത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയെ 15ഓളം പേർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി സ്കൂളിന് സമീപത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നു. മുടിവെട്ടിയ രീതിയും കാലിൽ ധരിച്ച ചെരുപ്പും ചോദ്യം ചെയ്തായിരുന്നു ക്രൂരമായ മർദ്ദനം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സാധാരണ ഒരു സ്കൂൾ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോഴാണ് ഈ രീതിയിലുള്ള റാഗിംഗ് ഒക്കെ നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇത് ഒരു സ്കൂൾ ഒരു അധ്യയന വർഷം അവസാനിക്കുമ്പോൾ പോലും കുട്ടികൾക്ക് മേൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ. റാഗിങ്ങിനെ തുടർന്നാണോ മർദ്ദനം? എന്താണ് പരാതിയിൽ പറയുന്നത്? ടോം, മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടയ്ക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കെ. വാർഷിക പരീക്ഷ നടക്കുന്ന സാഹചര്യവുമാണ്. ഇതിനിടയിലാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇത്ര മോശമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. കൊടുവള്ളി കരുവൻപോയിൽ അബ്ദുൾ സലാമിന്റെ മകൻ മുഹമ്മദ് അസ്ലാഹ് എന്ന 14 വയസ്സുകാരനാണ് സഹപാഠികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയെ അസ്ലഹിനെ മർദ്ദിച്ചതെന്നാണ് ഈ കുട്ടി പറയുന്നത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15ഓളം വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോവുകയും സ്കൂളിന് സമീപത്തുള്ള പല ഇടങ്ങളിലായി എത്തിക്കുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ഈ കുട്ടി പറയുന്നു. മുടിവെട്ടിയ സ്റ്റൈലും ഒപ്പം കാലിൽ ധരിച്ച ചെരുപ്പും അത് വലിയ ഫാഷൻ രീതിയിലുള്ളതാണ് ആരോപിച്ചൊക്കെയായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. ആ തർക്കം പിന്നീട് വലിയ വാക്കേറ്റമായി മാറുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഈ അസ്ലഖ് തിരിച്ചറിയുകയും അത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ശരീരമാസകല പാട് ഈ മർദ്ദനത്തിലുണ്ടായി. 15 പേരാണ് ഈ കുട്ടിയെ 14 വയസ്സുള്ള അല്ലെങ്കിൽ കുട്ടിയെ മർദ്ദിച്ചത്. ഇതേ തുടർന്ന് മൂക്കിൽ നിന്നും രക്തം വരികയും ഒക്കെ ചെയ്തു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയും ചെയ്തിരുന്നു. രക്ഷാകർത്താക്കളുടെ വിവരമനുസരിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരു വിഭാഗവും തമ്മിൽ അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥിയും അക്രമത്തിലെത്തിയ കുട്ടികളും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ല. ഈ വിദ്യാർത്ഥി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്റെ മുടിവെട്ടിയ സ്റ്റൈലും ചെരുപ്പിന്റെ ഒരു രീതിയുമൊക്കെ നോക്കി ഇതേ ചൊല്ലിയുള്ള ചോദ്യത്തിനൊടുവിലാണ് മർദ്ദനം ഉണ്ടായതെന്നാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു റാഗിങ്ങിന്റെ പരിധിയിലാവും ഈ കാര്യങ്ങൾ പെടുക. എന്തായാലും സ്കൂളിലെ റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് ഈ വിദ്യാർത്ഥി സ്കൂളിൽ നൽകിയിരിക്കുന്ന പരാതി കൈമാറുകയും അവർ
ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും ഈ സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധന നടത്തും. അതിനുശേഷം റിപ്പോർട്ട് പോലീസിന് കൈമാറും. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാവും പോലീസ് അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും കുട്ടിക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്, ശരീരത്തിലൊക്കെ ഈ പരിക്ക് പറ്റിയ പാടുകളൊക്കെ ഉണ്ട് എന്ന് ആശുപത്രിയിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് അതിന്റെ അനന്തര നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഈ സ്കൂളുകളിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ അങ്ങേയറ്റം തോൽപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. താമരശ്ശേരിയിൽ തന്നെയാണ് നേരത്തെ ഷഹവാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠികളുടെ ക്രൂരമായ മർദ്ദനമേൽക്കുകയും അല്ലെങ്കിൽ മറ്റ് സ്കൂളിലെ ഇതേ പ്രായമുള്ളവരുടെ മർദ്ദനമേൽക്കുകയും ട്യൂഷൻ ക്ലാസ്സിനടുത്ത് വെച്ച് മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ഒരു ചെറിയ സംഘർഷത്തിലേക്ക് മറ്റുമൊക്കെയാവും കാര്യങ്ങൾ നീങ്ങുകയെങ്കിലും പിന്നീട് ഒരു വലിയ ഒരു മോശമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ദാരുണമായ സംഭവങ്ങളിലേക്കൊക്കെ നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ പലപ്പോഴും നിരവധി സ്കൂളുകളിൽ നിന്നും സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഈ കുറ്റവാളികൾക്കെതിരെ ഈ തെറ്റുകാരാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്കൂളിന്റെ നീക്കം. സ്കൂളിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന അനുസരിച്ചായിരിക്കും പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഈ കേസിൽ ഉണ്ടാവുക. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. സ്കൂള് പോലീസുകാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം 15 പേർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ 15 വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി ഉണ്ടാകുമോ? കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം താമരശ്ശേരിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. എന്തായാലും ആശുപത്രിയിൽ എന്ത് കാരണത്താലാണ് ചികിത്സ തേടിയതെന്ന വിശദീകരണം നൽകേണ്ടി വരും. അങ്ങനെ തന്നെ ഒരു ഇന്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ പിന്നീട് കുട്ടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ റാഗിംഗ് സ്വഭാവമുള്ള പരാതിയാണിപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ മുടി വെട്ടിയ സ്റ്റൈലും ചെരുപ്പിട്ടതുമൊക്കെ ചോദ്യം ചെയ്താണ് മർദ്ദനമെന്ന് പറയുമ്പോൾ അതൊരു റാഗിംഗ് സ്വഭാവമുള്ള പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സ്കൂളിലെ റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയാണ്. ആ റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയിൽ കൃത്യമായ ഉദ്യോഗസ്ഥരെ അച്ചടക്ക സമിതിയിലെ അധ്യാപകരടക്കമുണ്ട്. ആ സമിതി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. പ്രാഥമികമായി ഈ കുട്ടിയിൽ നിന്നാവും വിവരങ്ങൾ ആരായുക, എന്താണ് സംഭവിച്ചത്, ഇവർ എന്ത് പറഞ്ഞാണ് മർദ്ദിച്ചത് എന്ന് ചോദിക്കും. പിന്നീട് എവിടെയൊക്കെ വെച്ചാണ് ഈ കുട്ടിയെ മർദ്ദനത്തിന് ഇരയാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടുകയും അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യും. ചിലപ്പോൾ CCTV ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൃത്യമായ ഒരു തെളിവുകൾ ലഭിക്കും. ഒപ്പം ഈ സ്കൂളിൽ ഈ സമയത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ ഈ കുട്ടി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം ഉള്ളവരായിരിക്കും. അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റ് ടീച്ചർമാരിൽ നിന്നുമൊക്കെ അധ്യാപകരിൽ നിന്നുമൊക്കെ. അനീഷ്, എന്തായിരിക്കും ഈ 15-അംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത്? ഈ മുടിവെട്ടിയ രീതിയും കാലിൽ ധരിച്ച ചെരുപ്പും മാത്രമായിരിക്കും, അതോ മുൻപ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? മാത്രമല്ല, ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിനു മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു റാഗിംഗ് പരാതികൾ ഇതിനു മുൻപ് ഈ സ്കൂളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്നാണ്. നിലവിൽ ഈ കുട്ടി രക്ഷകർത്താക്കളോടും ആശുപത്രിയിലൊക്കെ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞത് ഈ തൻ്റെ ഈ മുടിയുടെ സ്റ്റൈല് ഒപ്പം ചെരുപ്പ് ധരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതേ ചൊല്ലിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും അത് ഒരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇവരുമായി എന്തെങ്കിലും മുൻവൈരാഗ്യം അല്ലെങ്കിൽ നേരത്തെ ഈ ഇരു വിഭാഗവും തമ്മിൽ ഈ മർദ്ദിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി അല്ലെങ്കിൽ മറ്റ് നമ്മൾ കൗമാരക്കാരിലൊക്കെ കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റാഗിംഗ് സ്വഭാവമുള്ള പരാതി എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. പക്ഷേ ഇത് മാത്രമാണോ കാരണം എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ മറ്റു കുട്ടികളുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സമയത്ത് ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമ്പോഴൊക്കെ ആവും കൃത്യമായൊരു ചിത്രം കിട്ടുക. എന്തായാലും പലപ്പോഴും പല സ്കൂളുകളിലും ഈ മുടി വെട്ടുന്നതിലൊക്കെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ഈ മുടി നീട്ടി വളർത്തുക അല്ലെങ്കിൽ നേവി കട്ട് പോലുള്ള രീതിയിലൊക്കെ മുടി വെട്ടുന്നതിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം ചെരുപ്പ് ധരിക്കുന്നതിനുമൊക്കെ ഈ ഷൂസ് നിർബന്ധമാവുന്ന സ്കൂളുകളുണ്ട്. പ്രത്യേക രീതിയിലുള്ള ചെരുപ്പുകൾ, ഈ പുതിയ രീതിയിലുള്ള ചില ചെരുപ്പുകളൊന്നും ധരിക്കാൻ സ്കൂളുകൾ അനുവദിക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ നിയന്ത്രണം ഉണ്ടായിരിക്കാം. ആ നിയന്ത്രണം ലംഘിച്ച് ഇട്ടപ്പോൾ തങ്ങളൊക്കെ
സാധാരണ രീതിയിൽ മുടിവെട്ടി വരുന്നവരാണ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെരുപ്പ് വരുന്നവരാണ്, ഒരാൾ മാത്രം എന്ത് വ്യത്യസ്തമായി വരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായി ഈ റാഗിംഗ് വിരുദ്ധ സമിതി അന്വേഷിക്കും. അതിനുശേഷം പോലീസിനെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. തുടർന്നാവും പോലീസ് സംബന്ധിച്ച ഒരു സ്കൂളിലേക്ക് കടന്നുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുക. കേട്ടോ. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് പരാതി. തലസ്ഥാനത്ത് കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷ് പോലീസിന്റെ പിടിയിൽ. കാപ്പ ചുമത്തിയാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കിയത്. ഓപ്പറേഷൻ ഡാർഖണ്ഡിന്റെ ഭാഗമായി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ശ്രീകാര്യം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരപരിധിയിലെ വിവിധ സ്റ്റേഷനുകളിലായി 50ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. VV അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ അടുത്ത കാലത്താണ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തെ നടുക്കിയ കൊല്ലം കരുനാഗപ്പള്ളിയിലെ അലുവാതുലിൻ്റെ കൊലപാതകം അരങ്ങേറിയത്. അതും ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന്. ഇതിനുശേഷം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, സംസ്ഥാനത്ത് പലയിടത്തും ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ അലുവാതുലിൻ്റെ അനുയായികൾ വീണ്ടും ഒരു തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഈ പുത്തൻപാലം രാജേഷിനെ, തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷിനെ കരുതൽ തടങ്കലിലാക്കാനുള്ള ഒരു കാരണം എന്താണ്? സമീപകാലത്ത് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസുകൾ ഉയർന്നു വന്നിരുന്നോ, അതോ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ആഴ്ചകളായി പോലീസിന്റെ വലിയ പരിശോധന നടക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ക്രിമിനലുകളെ എല്ലാം ഓരോ സ്റ്റേഷൻ പരിധിയിലും അത്തരം ആളുകളെ കസ്റ്റഡി എടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ മാസവും പുത്തമ്പാലം രാജേഷിനെതിരെ ഒരു കേസുണ്ടായി. തിരുവനന്തപുരത്ത് ഒരു കരിക്ക് കച്ചവടം നടത്തുകയായിരുന്ന സ്ത്രീയെയും മകനെയും മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. അവരിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് മർദ്ദിച്ചു എന്നാണ് അവരുടെ പോലീസ് നൽകിയ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെതിരെ കേസെടുത്തത്. അതോടുകൂടിയാണ് കപ്പ ചുമത്താൻ തീരുമാനമെടുത്തത്. നേരത്തെയും നമുക്കറിയാം, പ്രമാദമായ നിരവധി കൊലപാതക കേസുകളടക്കം പ്രതിയാണ് പുത്തമ്പാലം രാജേഷ്. അത്തരം ആളുകളെ പരിശോധനയുടെ ഭാഗമായാണ് രാജേഷിന്റെ മറ്റ് കേസുകളും പരിശോധിച്ചത്. അപ്പോഴാണ് ഈ ഒരു കേസിൽ പെൻഡിംഗ് കാണുകയും ഇയാൾ ഒടുവിൽ പോവുകയും ചെയ്തത്. തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം പുത്തമ്പാലം രാജേഷിനെ പോലീസ് പുറത്തിറക്കിയിരുന്നു. 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ പ്രതിയായിട്ടുള്ള ആളുകൾ പിന്നീട് കേസുകൾ ഉൾപ്പെട്ട കാപ്പ നിയമപ്രകാരം തടവിലാക്കാൻ നേരത്തെ തീരുമാനമുള്ളതാണ്. 2026 വീണ്ടും ചില കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കരിക്ക് കച്ചവടക്കാരിയെ മകനെയും ആക്രമിച്ചടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായി. തുടർന്നാണ് 16-ാം തീയതി രാജേഷിനെതിരെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് കരുതൽ പാർപ്പിക്കാനുള്ള ഉത്തരവ് വന്നു. അന്ന് മുതൽ ഇയാൾ ഒളിവിൽ പോയിരുന്നു. തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് രാജേഷ് ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിലായത്. തുടർന്ന് ഇയാളെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കേസിൽപ്പെട്ട പ്രതികൾക്ക് വേണ്ടി വരും ദിവസങ്ങളിലും പരിശോധനയും നടപടികളും കർശനമാക്കാനുള്ള പോലീസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് കൂടി തന്നെ ഇതിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളും ഈ ഗുണ്ട സംഘങ്ങൾക്കിടയിലുണ്ട്. പുത്തൻപാലം രാജേഷ് നേരത്തെ തലസ്ഥാനത്തെ വിറപ്പിച്ച ഗുണ്ടയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ നാൾ അത്ര വലിയ കേസുകളൊന്നും ഇയാൾക്കെതിരെ ഇല്ല. പക്ഷേ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ വീണ്ടും ഈ ഗുണ്ടാ സംഘങ്ങളൊന്നും പൂർണ്ണമായും ഇല്ലാതായി എന്നല്ല പോലീസ് കരുതുന്നത്. പകരം മറ്റു ചില രംഗങ്ങളിലേക്ക് തിരിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പണമിടപാട് അടക്കമുള്ള, അതായത് അരുൺ, ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡാർഖണ്ഡിന്റെ ഭാഗമായി ഏകദേശം 188ഓളം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ നടപടികൾ, പരിശോധനകൾ, അറസ്റ്റ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ആ പരിശോധന നടക്കുകയാണ്. എല്ലാ സ്റ്റേഷൻ പരിധികളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ചാർജ് ശേഷമാണ് തുടർച്ചയായി ഗുണ്ടകളെ കസ്റ്റഡി എടുത്തത്. അന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതാണ്. ഓരോ സ്റ്റേഷൻ പരിധിയിലുമുള്ള ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകളെല്ലാം കസ്റ്റഡി എടുക്കുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ ശല്യം കൂടുതൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന വിവരം കൂടി പോലീസിന് ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം പരിശോധനകൾ കർശനമാക്കുന്നത്. ഈ ഗുണ്ടകൾ പലപ്പോഴും ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ആക്കുളം ബൈപ്പാസ് കേന്ദ്രീകരിച്ചൊക്കെ ഗുണ്ടകളുടെ വലിയ പ്രവർത്തനമുണ്ട്. പക്ഷെ ഇപ്പോൾ അത്ര പരസ്യമായി ഈ നേരത്തെ ഉള്ളതുപോലുള്ള ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ സംഘങ്ങൾ ഉള്ളത്.
വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ ഈ സംഘങ്ങളുടെ പ്രവർത്തനം ഉണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നു. വലിയ സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. പലയിടത്തും ബിനാമികളായും മധ്യസ്ഥരുമായും ഒക്കെ ഈ സംഘങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ സാഹചര്യങ്ങളിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ പരിശോധന ശക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇവരുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തലസ്ഥാനത്ത് പൊതുവിൽ ഗുണ്ടകൾക്കെതിരെയുള്ള ഈ പരിശോധന ശക്തമാക്കുന്നത്. അതിനിടയിലാണ് രാജേഷിനെ പോലെ നേരത്തെ ഓംപ്രകാശ് അടക്കമുള്ളവരെയും ഗുണ്ടാ നിയമപ്രകാരം പോലീസ് കരുതത്തടങ്കലിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കുപ്രസിദ്ധ ഗുണ്ടകളെല്ലാം ആ രീതിയിൽ പരിശോധനകളിലൂടെ കരുതത്തടങ്കലിൽ പാർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ പുത്തൻപാലം രാജേഷിനെയും നമുക്കറിയാം ഈ തലസ്ഥാനത്ത് പോലീസ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ബന്ധം. നേരത്തെ ഈ പുത്തൻപാലൻ രാജേഷ് ജയിലിൽ കിടന്നപ്പോൾ ജയിലില് ഒരു VIP പരിഗണന വരെയും കൊടുത്തതാണ്, ഫോൺ ഉപയോഗിക്കാൻ വരെ അവസരം കൊടുത്തതാണ്. അതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വരെ ഉണ്ടായതാണ്. ഇയാളെ അറസ്റ്റ് ചെയ്താലും കരുതൽ തടങ്കലിൽ വെച്ചാലും ഈ ജയിലിലൊക്കെ ഒരു സുഖ സൗകര്യങ്ങളല്ലേ ഉണ്ടാവുക. മാത്രമല്ല ഈ വീണ്ടും അത്തരമൊരു ആക്ഷേപം ഈ സമീപ നാളുകളിൽ തന്നെയാണ് ഈ ഗുണ്ടാ പോലീസ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം വീണ്ടും ഉയർന്നു വന്നത്. തീർച്ചയായിട്ടും ഈ ഏതാണ്ട് 20 വർഷത്തോളമായി തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗുണ്ടകളിൽ ഒരാളാണ് പുത്തൻപാലം രാജേഷ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയും അതുപോലെ പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ ബന്ധങ്ങളുമുള്ള ആൾ കൂടി ആണ് രാജേഷ്. അദ്ദേഹത്തെ ജയിലിലും ഇവർക്ക് അനർഹമായ പല സൗകര്യങ്ങളും ലഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. തലസ്ഥാനത്തെ പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള വിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുള്ളതാണ്. പലപ്പോഴും ഇവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ അവർക്ക് ഒളിവിൽ പോകാനും പിന്നീട് ജാമ്യത്തിൽ വരാനുമുള്ള സൗകര്യം പോലീസിന്റെ ഭാഗത്ത് തന്നെ ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള സംഘങ്ങൾ സ്വാഭാവികമായി ഇവരെ പോലുള്ള ആളുകൾ ആ സംഘങ്ങളിലുള്ളപ്പോൾ അത്തരം സഹായങ്ങൾ കൂടി അവർക്ക് പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ കർശനമാക്കുകയും ഇത്തരം സംഘങ്ങളെല്ലാം അമർച്ച ചെയ്യാനുമാണ് പോലീസിന്റെ തീരുമാനം. രാജേഷിന്റെ അറസ്റ്റ് കസ്റ്റഡിയെടുത്തും അതിന്റെ ഭാഗമെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ. തിരുവനന്തപുരം വർക്കലയിൽ വീടിന് മുന്നിൽ റോഡിൽ ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിന് വീട് കയറി ആക്രമണം. വർക്കല ചാവടിമുക്ക് സ്വദേശി ജോളി, ഷാജി എന്നിവരുടെ വീടിന് നേരെയും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. വന്ന് മതിലയാടി എൻ്റെ ബൈക്ക്, സ്കൂട്ടി, എൻ്റെ വേറൊരു ബൈക്ക് മൂന്നിലും അടിച്ചു പൊട്ടിച്ച് ഞാൻ 2-3 ഗേറ്റ് തുറന്ന് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് അവൻ ഗേറ്റ് മതിലയാടി പോയി. ഞാൻ കൂടെ പോയിട്ട് കിട്ടിയില്ല. പോലീസ് പരാതി കൊടുത്ത് പോലീസ് ഒരു മണി 12 വന്ന് ഇവിടേക്ക് ഇറങ്ങിയിട്ട് പോയി. വണ്ടി ചെക്ക് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പോയി. അറിയാം ഇവിടെ അടുത്തുള്ള എൻ്റെ വീടും അറിയാം. എൻ്റെ മാർക്കമാണ് ഇത്. ഇതിപ്പം രാവിലെ വന്ന് ഞാൻ എണീച്ച് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അടിച്ച് പൊളിച്ചിട്ടേക്കുന്നു. ഇവിടെ അടുത്തുള്ളവനാണ് അടിക്കുള്ളൂ, അവനെ അടിക്കുള്ളൂ. ഇതൊക്കെ പരാതി ഞാൻ എഴുതിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അഭിലാഷ് ചേരുന്നു വർക്കലയിൽ നിന്ന്. അഭിലാഷ്, കഴിഞ്ഞ രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വർക്കല ചാവടിമുക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ലഹരി മാഫിയ പിടിമുറുക്കുകയാണോ? എന്താണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത്? ഈ പ്രദേശത്ത് ലഹരി മാഫിയകളുടെ സംബന്ധിച്ച ഒരു സാന്നിധ്യം സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത്തരത്തിൽ ഇന്നലെ ഈ കൃത്യം ചെയ്തു എന്ന് പരാതിപ്പെടുന്ന ആളും ഇത്തരത്തിൽ ഈ ലഹരി സംഘത്തിലുള്ള ആളാണെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഈ ജോളി എന്ന വ്യക്തിയുടെ വീടിന്റെ സമീപത്തൊരു പലവ്യഞ്ജന കടയുണ്ടായിരുന്നു. ഈ കടയുടെ മുന്നിൽ ലഹരി ഉപയോഗിച്ച ശേഷം നാട്ടുകാരെ അകാരണമായ അസഭ്യം വിളിക്കുകയായിരുന്നു ഒരാൾ. ഇയാളും ഈ പ്രദേശത്ത് തന്നെയുള്ള ആളായിരുന്നു. ഇയാളെ ജോളി പിന്തിരിപ്പിച്ച് അയക്കാൻ ശ്രമിക്കുകയും അതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് ഷാജി. ഈ സംഭവം രൂക്ഷമായതോടുകൂടി നാട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഈ ലഹരി ഉപയോഗിച്ചെന്ന് അയാൾ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ രാത്രി 12 മണിയോടെ ജോളിയുടെ വീട്ടിലേക്ക് എത്തി വീടിന്റെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്കുകളും സ്കൂട്ടിയും മാത്രമല്ല വീടിന്റെ സമീപത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ പൈപ്പ് ഉൾപ്പെടെ നശിപ്പിക്കുകയുണ്ടായി. ഈ സംഭവം സമയത്ത്
ശബ്ദം കേട്ട് പുറത്ത് ജോളി ഇറങ്ങിയപ്പോൾ ഇയാൾ മതിൽ ചാടി പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. എന്നാൽ വ്യക്തമായി ആളിനെ കണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇയാൾ തന്നെ എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസ് രാത്രി തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് അവിടെ നിന്നും മടങ്ങിയ ശേഷമാണ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഷാജിയുടെ വീട്ടിലെത്തുകയും ഷാജിയുടെ വീട്ടിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിരുന്നു, ആ ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് കൂടി അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ രാത്രിയിൽ ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോലീസ് എത്തുന്നു. അതിനുശേഷമാണോ ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചത്, അതായത് വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർത്തത്? ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആദ്യം ഇയാൾ എത്തി എന്ന് പറയുന്നത് ജോളിയുടെ വീട്ടിലാണ്. ജോളിയുടെ വീട്ടിലുണ്ടായിരുന്ന 3 വാഹനങ്ങളും വീട്ടിലെ പൈപ്പ് കണക്ഷനും അടിച്ച് പൊളിച്ച ശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോയത്. അതിനുശേഷമാണ് ജോളി തന്നെയാണ് വർക്കല പോലീസിൽ അയ്യൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അയ്യൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തുകയും ഈ അക്രമി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് സമീപത്ത് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തതിനു ശേഷം ഈ സംഭവം നടന്ന ജോളിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് മടങ്ങിയ ശേഷമാണ് ഷാജിയുടെ വീട്ടിൽ നേരെ ആക്രമണം ഉണ്ടായത്. ആ സമയം ഈ അക്രമി ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ, നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരിക്കുകയായിരുന്നിരിക്കാം. എന്തായാലും അതിനുശേഷമാണ് ഈ ഷാജിയുടെ വീട്ടിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് പോലീസ് ഭാഗത്താകെ രാവിലെയും ഇതുവരെയുമുള്ള പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇയാൾക്ക് ലഹരി സംഘങ്ങളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിയെക്കുറിച്ച് ഈ റെയിൽവേ സ്റ്റേഷനും വർക്കല ടൗണിലും ഉൾപ്പെടെ പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി വരികയാണ്. വ്യക്തമാണ്. അഭിലാഷാണ് വർക്കലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ കഴിഞ്ഞ രാത്രിയിലാണ് ലഹരി സംഘങ്ങളുടെ ആക്രമണം വീടിന് നേരെ ഉണ്ടായത്. വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർത്തിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ശിക്ഷാവിധി നാളെ. ശിക്ഷാവിധിക്ക് മുൻപ് പ്രതി സന്ദീപിന് പറയാനുള്ളതെല്ലാം കോടതി കേട്ടിരുന്നു. ചെയ്തത് എന്താണെന്ന് പോലും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് സന്ദീപ് ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ശിക്ഷാവിധിന്മേലുള്ള വാദം പൂർത്തിയാക്കിയാണ് കോടതി ശിക്ഷ വിധിക്കാനായി കേസ് 21-ലേക്ക്, അതായത് ഈ വരുന്ന ശനിയാഴ്ച നാളത്തേക്ക് മാറ്റിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വന്ദനയുടെ കുടുംബം. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, പ്രോസിക്യൂഷനും വന്ദനയുടെ കുടുംബവും പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, സമാനതകളില്ലാത്ത കേസാണ്. ഒരു യുവ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. എല്ലാ കുറ്റങ്ങളും, ഈ പ്രതികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ? നാളെ എപ്പോഴാണ് വിധി വരുന്നത്? തീർച്ചയായും ടോം, നാളെയാണ് ഈ കേസിന്റെ അന്തിമ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത്. കൊല്ലം സെഷൻസ് കോടതിയാണ്. നമുക്കറിയാം, പ്രമാദമായ ഒരു കേസാണ്, നിരവധി കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കേസാണ്. നിലവിൽ ഈ കേസിൽ പോലീസ് ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട്. കൊലപാതകം, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആദ്യം തന്നെ ചുമത്തിയത്, ഇതെല്ലാം തന്നെ തെളിയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാരുടെ ജോലി തടസ്സപ്പെടുത്തിയത് അടക്കം ഡോക്ടർമാരെ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ തരത്തിലുള്ള വകുപ്പുകളെല്ലാം തന്നെ കൃത്യമായി തെളിയിക്കാൻ സാധിച്ചു. അപ്പോൾ നിലവിൽ പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് പെട്ടെന്ന് പോയാൽ 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെടുന്നത്. മെയ് 12-ന് തന്നെ കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിരുന്നു. അത് തുടർന്ന് വിശദമായ അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഒടുവിൽ ഓഗസ്റ്റ് 1-നാണ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. 1000 പേജ് അടങ്ങുന്ന കുറ്റപത്രമായിരുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്ന് സെപ്റ്റംബർ 19-നാണ് കേസ് കൊല്ലം സെഷൻസ് കോടതിയിലേക്ക് വരുന്നത്. തുടർന്ന് ഈ കേസിന്റെ നിലനിൽപ്പിനായിട്ട് മാർച്ച് 21-ഓടുകൂടി പ്രതാപ് ജി പടിക്കൽ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന് ഈ കേസ് കൈമാറണം എന്ന്
വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് 2 മാസത്തെ വിചാരണയ്ക്ക് ശേഷം മെയ് 21 ഇരു കൂട്ടരുടെയും വാദം കേട്ട കോടതി പ്രതിക്കെതിരെ കുറ്റം ചുമത്തുകയായിരുന്നു. അതുപോലെ തന്നെ ജൂലൈ 17 വന്നു കഴിഞ്ഞാൽ കുറ്റപത്രം ചുമത്തിയതിനെതിരെ പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 9 സാക്ഷി വിസ്താരം ഒക്ടോബർ 17 മുതൽ നവംബർ 1 വരെ നടത്താൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ഡിസംബർ 16 പ്രതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയ സാഹചര്യം ഉണ്ടായത്. മെയ് 9 പ്രതിഭാഗം അഭിഭാഷകരുടെ മരണം സംഭവിച്ച സാഹചര്യമുണ്ട്. അതായത് ആളൂരായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ. ആളൂരിന്റെ ഒരു സഹായി മനു കൊല്ലത്ത് ഒരു വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ആ സമയത്ത് അതെല്ലാം വാർത്തയിൽ ചെയ്തതാണ് ടോം. അപ്പോ ഓഗസ്റ്റ് 13 പ്രതിഭാഗം മറ്റൊരു അഭിഭാഷകനെ നിയോഗിക്കുകയും സാക്ഷി വിസ്താരങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുകയൊക്കെ ചെയ്തത്. തുടർന്ന് 2026 ഫെബ്രുവരി 6 വന്നപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയ സാഹചര്യമായി. ഫെബ്രുവരി 28 പ്രതിഭാഗം സാക്ഷി വിസ്താരം പൂർത്തിയാക്കുന്നു. തുടർന്ന് മാർച്ച് 2 കേസിന്റെ അന്തിമവാദം ആരംഭിക്കുന്നത്. മാർച്ച് 7 കേസിന്റെ വാദം പൂർത്തിയാകുന്നു. മാർച്ച് 17 പ്രതി സന്ദീപ് കുറ്റക്കാരനായിട്ട് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് കേസിന്റെ ഒരു നാൾ വഴി. ഇപ്പോൾ ഈ കേസിന്റെ അന്തിമ ശിക്ഷാവിധിക്കായിട്ട് നാളെ കോടതി പുറപ്പെടുത്തുകയും എന്ന് തന്നെയാണ് അറിയുന്നത്. കേട്ടോ, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളം കഴിഞ്ഞ 2-2.5 വർഷത്തിലധികമായി കാത്തിരിക്കുന്ന ദിവസമാണിത്. ഈ കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിക്കണമെന്ന് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനി ഒരു മാതാപിതാക്കളുടെയും കണ്ണീർ വീഴാൻ പാടില്ല. ഇതുപോലെ ഒരു ഡോക്ടറും ഒരു ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിക്കുള്ളിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.